അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ സാധാരണ നോർമലൊരു വർക്കിംഗ് ഡേ ആണ്. അപ്പം ഞാൻ സന്ധ്യ ആവാറായി, ഞാനിങ്ങനെ റൂമിൽ ഇരിക്കുകയായിരുന്നു. അപ്പം അമ്മ വന്നിട്ട് പറഞ്ഞു ഇനി ഞാനൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മ പറമ്പിലോട്ടൊക്കെ പോകണ്ടായി. അപ്പം എന്താ സാധനം എന്നുള്ളത് എനിക്ക് പിടിയിട്ടില്ല. എന്തോ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും സ്പെഷ്യൽ ഐറ്റം അല്ലേ, ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തിട്ട് അതാണ് ഇന്നത്തെ വീഡിയോ. എന്നുവെച്ചാൽ ഇതിന് മുമ്പ് നമ്മൾ വെറൈറ്റി ആയിട്ട് ഒറോട്ടിയുടെ വീഡിയോ ഒക്കെ ചെയ്തപ്പം ഒത്തിരി പേര് പറഞ്ഞു ഒറോട്ടി ട്രൈ ചെയ്യണം. കുറേ പേര് ട്രൈ ചെയ്തു എന്ന് പറഞ്ഞു, ഇഷ്ടമായി എന്ന് പറഞ്ഞു. കുറേ പേർക്ക് ട്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അമ്മയുടെ വേറെ എന്തോ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ നമുക്ക് പോയിട്ട്, അമ്മ കിച്ചണിൽ കയറിയിട്ടുണ്ട്, അമ്മ പോയിട്ട് നമുക്ക് എന്താണ് അമ്മ ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ഓക്കെ, പോയി നോക്കാം. ഇതെന്തിനാ അമ്മ ചേമ്പിൻ്റെ ഇല? സാധ്യല്ലേ പറഞ്ഞ വിശക്കുണ്ട് എന്നുള്ളത്. പിന്നെ നമ്മളിത് കൊണ്ട് ഒരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കാൻ പോവാം. മുത്തശ്ശിയുടെ തന്നെ ഒരു സ്പെഷ്യൽ വിഭവം, ചേമ്പിന്റെ ഇല കൊണ്ട് അട ഉണ്ടാക്കാൻ പോവാം. ഇന്ന് ഞാൻ നോക്കുമ്പോഴേ മഴ കഴിഞ്ഞിട്ട് പുതുമഴയത്ത് ധാരാളം ചെറു ചേമ്പിന്റെ ഇലകൾ ഇങ്ങനെ മുളച്ച് നിൽക്കണം. കാട്ടു ചേമ്പാണ്, നമ്മൾ നട്ടു വളർത്തണമൊന്നുമല്ല. കണ്ടോ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഇതിൻ്റെ ഈ കനമുള്ള ഈ നാരുകളുണ്ടല്ലോ, ഇതൊക്കെ കളഞ്ഞിട്ട് നമ്മൾ തോരൻ അരിയണത് പോലെ അരിഞ്ഞു വയ്ക്കും. അപ്പോഴേക്കും കുറച്ച് പുളിയും കൂടെ വെള്ളത്തിലിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് ഇത് കഴിയുമ്പോൾ ഞാൻ പറയാം കേട്ടോ. അപ്പൊ നമുക്ക് ഇത് നാര് കളഞ്ഞ് തോരന്റെ പാകത്തിന് അരിഞ്ഞു വരാം. ഓക്കെ ഓക്കെ. നമ്മുടെ ചേമ്പിൻ്റെ ഇല തോരന് അരിയണത് പോലെ അരിഞ്ഞ് നല്ല അരിയണതിന് മുമ്പ് ഞാൻ കഴുകി ഇതേ ഒരു മനസമാധാനത്തിന് വേണ്ടി അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തിനാണ് പുളി വെള്ളത്തിലിട്ട് വെച്ചതെന്നല്ലേ. അട എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ശർക്കര അടയാണ് അല്ലേ, പക്ഷേ ഇത് ശർക്കര അട അല്ല കേട്ടോ, സ്പൈസി ആയിട്ടുള്ള അടയാണ് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ചേമ്പിൻ്റെ ഇല, നമ്മൾ ഈ കാട്ടു ചേമ്പിൻ്റെ ഇലയല്ലേ പറിച്ചെടുക്കണേ, അപ്പോൾ അത് ചൊറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പുളിവെള്ളം ഒഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ആ പുളി പിഴിഞ്ഞ് അതിനകത്തേക്ക് നമുക്ക് പുളിവെള്ളം നമ്മൾ ഒഴിക്കണം. കുറച്ച് പുളി മതി, അധികം പുളി വേണ്ട. കുറച്ച് മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്തിരി നല്ലോണം ഇടുന്നുണ്ട്, അപ്പോഴാണ് അത്യാവശ്യം നല്ല എരിവൊക്കെ. കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, അത് ഒരു 2-2.5 സ്പൂൺ. ഇപ്പം ഇതിന് ഈ സ്പൂണിന് 2-2.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഇനി കുറച്ച് കായപ്പൊടി, അതൊക്കെ നമുക്ക് ടേസ്റ്റ് നോക്കുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ അതിനനുസരിച്ചിട്ട് നമുക്കിടാം. ഇനി അതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വയ്ക്കും. ഏകദേശം നേരം 5 മിനിറ്റൊക്കെ വേണ്ടപ്പോഴേക്കും എന്ത് കഴിയും. എങ്ങനെയാണ് വേവിക്കാൻ വയ്ക്കുക? വേവിക്കാൻ ഈ അതിനകത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് മൂടി വയ്ക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്കറിയാലോ, ചീരയ്ക്കൊക്കെ വലിയ വേവൊന്നുമില്ലല്ലോ. ഈ കഷ്ടിച്ച് വേണമെങ്കിൽ ഒരു ലേശം കൂടി വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആ പുളിവെള്ളത്തിൻ്റെ വെള്ളം മാത്രം മതി. അതുകൊണ്ട് അത് വെന്ത് റെഡിയാവും. അത് വേവിക്കാൻ വെച്ചു. ഒന്നടച്ച് വയ്ക്കാം നമുക്ക്. ഇത് വെന്ത് വരുമ്പോഴത്തേക്കും ഇനി കുറച്ച് നാളികേരം ആവശ്യമുണ്ട്. അപ്പോഴേക്കും നമുക്ക് നാളികേരം ചിരണ്ടി വരാം. ഓക്കെ, അരി പൊടിച്ച് വെച്ചിട്ടുണ്ട്, അരിപ്പൊടി വേണം. അപ്പോൾ കുറച്ച് നാളികേരം ചിരണ്ടി വരാം. ഓക്കെ, കണ്ട അത് മുഴുവനും വെന്ത് വന്നപ്പോഴേക്കും ചെറുതായി കുഴഞ്ഞെല്ലാം കഴിഞ്ഞുണ്ട. ഇതൊന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞു. കണ്ടപ്പോൾ അരിപ്പൊടി കഴിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ശരിക്കും പറഞ്ഞാൽ കണ്ടാവും, പുളി പിഴിഞ്ഞ വെള്ളം മാത്രം മതിയായിരുന്നു.
അപ്പം നമ്മൾ ഇതാ ചേമ്പിൻ്റെ എല്ലാ ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും എല്ലാ കാര്യങ്ങളും ഇട്ട് വേവിച്ച് വന്നപ്പോൾ ഇത്രയായി കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ പോയി കുറച്ച് നാളികേരം ചിരണ്ടി വെച്ചു. അരിപ്പൊടി നേരത്തെ ഞാൻ അരി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മിക്സിയിൽ പൊടിച്ചെടുക്കുക ചെയ്ത കേട്ടോ. അരിപ്പൊടി വാങ്ങണ അരിപ്പൊടിയല്ല. അതിപ്പോൾ എങ്ങനെയാലും കുഴപ്പമില്ല. സാധാരണ നൈസ് അരിപ്പൊടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റും. അട ഉണ്ടാക്കുന്ന അരിപ്പൊടി എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ നാളികേരവും അരിപ്പൊടിയും ഒരുമിച്ചിട്ടിട്ട് കുഴച്ചെടുക്കാൻ പോവാല്ലേ. നമ്മൾ അടയ്ക്ക് കുഴക്കണ ഭാഗത്തിൽ തന്നെ കുഴക്കും. നല്ലൊരു സ്മെല്ല് വരുന്നില്ലേ? നല്ല സ്മെല്ലുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ഇനി ചേർക്കണമെങ്കിൽ ചേർക്കാം അല്ലേ? ആക്കണമെങ്കിൽ ഉപ്പ് ലേശം കൂടെ എനിക്ക് ഇത്തിരി കുറവാണെന്ന് തോന്നി. അത് കാരണം ഞാൻ ലേശം കൂടെ ഉപ്പിടുന്നുണ്ട്. ഇത്തിരി കേട്ടോ കേട്ടോ. ഉപ്പ് പാകത്തിനാക്കിയാൽ നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മൾ സാധാരണ അടയ്ക്ക് ഇലയൊക്കെ വാട്ടിയെടുത്തിട്ട് അതിൽ അട ഉണ്ടാക്കാനായിട്ട് വയ്ക്കില്ലേ, അതേപോലെ തന്നെ അടയുടെ പാകത്തിന്. നമ്മളിപ്പോൾ ചക്കടയൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇതേ കൺസിസ്റ്റൻസിയിലല്ലേ മാവിരിക്കുക. ഇതാണ് ആയിട്ടുണ്ട്. നമുക്ക് ഇലയിലേക്ക് വെക്കാം. ഞാനവിടെ ഇല വാട്ടി വെച്ചേക്കാം അല്ലേ? വാട്ടി ഞാൻ തുടച്ച് വെച്ചു. ഇല എടുക്കാൻ മടിയുള്ളവർക്ക് വേണമെങ്കിൽ ഇഡ്ഡലി പാത്രത്തിന്റെ തട്ടിൽ വെച്ചാലും മതി കേട്ടോ. എണ്ണയൊക്കെ പുരട്ടിയിട്ടേ ഇഡ്ഡലി പാത്രത്തിന്റെ തട്ടിൽ വെച്ചാലും ടേസ്റ്റൊക്കെ ഇത് തന്നെയായിരിക്കും. പിന്നെ വാഴയിലയുടെ ഒരു പ്രത്യേക ടേസ്റ്റും കൂടി ഇതിൽ തന്നെ ഉണ്ടാവുന്നു മാത്രം. അമ്മ ഇവിടെ എല്ലിലോട്ട് ഇതാക്കുമ്പോൾ ഇവിടെ ഒരാൾ അട തിന്നെ റെഡി ആയിട്ടിരിക്കുക അല്ലേ? ലക്കിയ അട കഴിക്കണോടാ നിനക്ക്? ലക്കി പോന്ന മടക്കി ഞെക്കി വെക്കണം അല്ലേ? അത് ഞെക്കി കുറച്ചും കൂടി പരന്നു. നമ്മൾ ഇഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചേക്കുക. ഇനി ഇതിലോട്ട് വെള്ളം ഒന്ന് ചൂടായി കഴിയുമ്പോൾ തട്ട് വെച്ചിട്ട് നമ്മൾ മടക്കി വെച്ചേക്കണ അയില അങ്ങനെ നമുക്കിതിലോട്ട് വെക്കാം. നമ്മൾ പട വെച്ച് കൊടുക്കുക ഗായ്സ്. വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ടല്ലേ? മേലെ മേലെ നമുക്ക് ഇല വെച്ച് കൊടുക്കാം. അടയ്ക്കാം. അവിടെ ഇരുന്ന് വേകട്ടെ.
റെഡിയായി. വെന്തിട്ടുണ്ടോ നോക്കാം, നമുക്ക് സ്വാദുണ്ടോ നോക്കാം. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെ വെറുതെ കഴിക്കാട്ടോ, അല്ലെങ്കിൽ ഇത് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണയ്ക്കകത്ത് നോക്കിയിട്ട് കഴിക്കാം. കഴിച്ചു നോക്കൂ എങ്ങനെയുണ്ടെന്ന്. കഴിച്ചു നോക്കൂ. തന്നെയും കഴിക്കാം, വെളിച്ചെണ്ണ നോക്കിയിട്ടും കഴിക്കാം. സൂപ്പറാ. ഇത് വെളിച്ചെണ്ണ ഇല്ലാണ്ടും നല്ല ടേസ്റ്റാ. വെളിച്ചെണ്ണ ഇല്ലാണ്ട് കഴിച്ചു നോക്കൂ. സൂപ്പറാ. വെന്തില്ലേ നന്നായിട്ട്? സൂപ്പർ. അടിപൊളിയാണ്. പിന്നീട് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് നാളത്തേക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടും. എന്തായാലും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എല്ലാവരും എങ്ങനെയുണ്ടെന്ന് പറയട്ടെ അല്ലേ. നമ്മൾ സൂപ്പർ. എല്ലാവരും ട്രൈ ചെയ്തോ. ബെസ്റ്റ് സാധനം. എങ്ങനെയുണ്ട്? അപ്പോൾ ഇത് സൂപ്പർ സാധനം. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസൊക്കെ ആയിട്ട് ഇനി തിരിച്ചു വരാം. അതുവരെ ടാറ്റാ.